എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൊട്ടിയൂർ വൈശാഖോത്സവത്തിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നടത്തുന്ന 28 ദിവസം നീണ്ടു നിൽക്കുന്ന ചരിത്രപ്രസിദ്ധമായ ഉത്സവമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. ദക്ഷയാഗത്തിൻ്റെ സ്മരണ പുതുക്കുന്ന ഈ ഉത്സവം വടക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ആചാരപ്പെരുമകളിൽ ഒന്നാണ്. മലയാള മാസമായ ഇടവത്തിലെ ചോതി നക്ഷത്രം മുതൽ മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയാണ് സാധാരണയായി, അതായത് മെയ് മാസങ്ങളിൽ, മഴക്കാലം ആയിരിക്കും കേട്ടോ, ഈ ഉത്സവം നടക്കുന്നത്. കൊട്ടിയൂർ വൈശാഖോത്സവവുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ പറയാം. ഐതിഹ്യം: ദക്ഷൻ ശിവനോടുള്ള പ്രതികാരത്തിനായി യാഗം നടത്തിയതും ഭർത്താവിൻ്റെ വിലക്ക് വകവയ്ക്കാതെ യാഗഭൂമിയിലെത്തിയ സതീദേവി അപമാനിതയായി ആത്മഹൂതി ചെയ്തതുമായ പുണ്യഭൂമിയാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. ക്രുദ്ധനായ ശിവൻ തൻ്റെ ജട പറിച്ചെറിഞ്ഞ് വീരഭദ്രനെ സൃഷ്ടിക്കുകയും ദക്ഷൻ്റെ തല കൊയ്ത് യാഗം മുടക്കുകയും ചെയ്തു. പിന്നീട് ദേവന്മാരുടെ അപേക്ഷപ്രകാരം ശാന്തനായ ശിവൻ ദക്ഷന് ആടിൻ്റെ തല നൽകി ജീവിപ്പിച്ചു എന്നാണ് പുരാണം. പിന്നെ സതീദേവിയുടെ കാര്യം. സതീദേവി ആത്മഹൂതി ചെയ്ത സ്ഥലത്ത് ശിവൻ സ്വയംഭൂവായി അവതരിച്ചു എന്നാണ് പറയുന്നത് വിശ്വാസം. 2 ക്ഷേത്രങ്ങൾ. ബാവലിപ്പുഴയുടെ ഇരുവശങ്ങളിലായി 2 ക്ഷേത്രങ്ങളുണ്ട്. ഇക്കരെ കൊട്ടിയൂർ, ഇവിടെ നിത്യപൂജയുള്ള ഒരു സ്ഥിരം ക്ഷേത്രമുണ്ട്. അക്കരെ കൊട്ടിയൂർ, പുഴയ്ക്ക് അക്കരെയുള്ള ഈ കാട്ടുക്ഷേത്രത്തിലാണ് വൈശാഖോത്സവം നടക്കുന്നത്. വർഷത്തിൽ ഈ 28 ദിവസങ്ങൾ മാത്രമേ ഈ ക്ഷേത്രം തുറക്കൂ. ഇവിടെ വലിയ ശ്രീകോവിലോ കെട്ടിടങ്ങളോ ഒന്നുമില്ല. പ്രകൃതിയിൽ സ്വയം ഉണ്ടാക്കുന്ന പോലെയുള്ള ആ ക്ഷേത്രം താൽക്കാലികമായി ഉണ്ടാക്കുന്ന ക്ഷേത്രമാണ് ഉള്ളത്. വലിയ കെട്ടിടങ്ങളൊന്നുമില്ല. വെള്ളാരം കല്ലുകൾ കൂട്ടിയിട്ടുണ്ടാക്കിയ മണിത്തറയിലാണ് സ്വയംഭൂവായ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ആചാരങ്ങളെ പറ്റിയാണ് പിന്നെ പറയാനുള്ളത്. നെയ്യാട്ടം. ഉത്സവത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് സ്വയംഭൂ ലിംഗത്തിൽ നെയ്യഭിഷേകം ചെയ്യുന്ന ചടങ്ങാണിത്. വയനാട്ടിലെ മുതിരേതിക്കാവിൽ നിന്നും കൊണ്ടുവരുന്ന പള്ളിവാൾ ഇവിടെ പ്രതിഷ്ഠിക്കുന്നതോടെയാണ് യജ്ഞത്തിന് തുടക്കമാകുന്നത്. പിന്നെ മഴക്കാലമായതുകൊണ്ട് വെള്ളത്തിലൊക്കെ നിന്നായിരിക്കും. ഇവിടെ നേരത്തെ കണ്ടു പടം എല്ലാം സെറ്റായിട്ട് വന്നിട്ടില്ല കേട്ടോ. വെള്ളത്തിലൊക്കെ നിന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. മഴക്കാലത്തായിരിക്കും ഈ ഉത്സവം നടക്കുന്നത്. പിന്നെ ഭണ്ഡാരം എഴുന്നള്ളത്തിൻ്റെ കാര്യമാണ്. മനന്തേരിയിൽ നിന്നും സ്വർണം, വെള്ളി പാത്രങ്ങളും പൂജാസാധനങ്ങളും ഘോഷയാത്രയായി അക്കരെ കൊട്ടിയൂരിലേക്ക് എത്തിക്കുന്ന ചടങ്ങാണത്. അവിടെ ഏതായാലും ക്ഷേത്രമൊന്നുമില്ലല്ലോ, അപ്പോൾ അവിടെ ആ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നതാണ് ചടങ്ങാണത്. സ്ത്രീകളുടെ പ്രവേശനത്തിനെ പറ്റി പറയാം. ഭണ്ഡാരം എഴുന്നള്ളത്തിന് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശനമുള്ളൂ. ഉത്സവത്തിൻ്റെ അവസാന നാളുകളിൽ ഒന്നായ മകം നാളിലെ ഉച്ചശീവേലിക്കു ശേഷം മാത്രം സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല. ഇളനീർ വെപ്പും ഇളനീരാട്ടവും ഒക്കെയാണ് അവിടുത്തെ പ്രധാന വഴിപാടെല്ലാം. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിലെല്ലാം ഇട്ടിരുന്നു ഇളനീർ വെപ്പിനെ പറ്റിയൊക്കെ. ഇത് കുറച്ച് മാത്രമേ ഇത് പറയാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രമുള്ളൂ. മലബാറിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഭക്തർ വ്രതശക്തിയോടെ കാൽനടയായി ആയിരക്കണക്കിന് ഇളനീരുകൾ, അതായത് കരിക്ക്, ഭഗവാന് സമർപ്പിക്കുന്നതാണ് ഇളനീർ വെപ്പ്. പിറ്റേന്ന് ഈ ഇളനീർ കൊണ്ട് ഭഗവാന് അഭിഷേകം, അതായത് ഇളനീരാട്ടം, അതാണ് അവിടെ പ്രധാനം കേട്ടോ. പിന്നെ അടുത്തതായി പറയാനുള്ളത് രോഹിണി ആരാധന. ഉത്സവത്തിലെ ഏറ്റവും പവിത്രമായ ചടങ്ങുകളിലൊന്നാണിത്. പിന്നെ തൃക്കലശാട്ട്, ഉത്സവത്തിൻ്റെ സമാപന ചടങ്ങ്. ഈ ചടങ്ങോടെ
അക്കരെ കൊട്ടിയൂരിലെ താൽക്കാലിക പന്തലുകളെല്ലാം പൊളിച്ചു മാറ്റുകയും പൂജകൾ അവസാനിപ്പിച്ച് അടുത്ത വർഷത്തെ വൈശാഖോത്സവം വരെ പ്രദേശം വന്യമൃഗങ്ങൾക്ക് മാത്രം വിഹരിക്കുന്ന കാടായി മാറുകയും ചെയ്യുന്നു. അതൊക്കെയാണ് സവിശേഷതകൾ. അപ്പോൾ ഓടപ്പൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നറിയോ? ഓടപ്പൂവിനെ കുറിച്ച് പറയാം. ഓടപ്പൂവ് ഈറ്റ കൊണ്ടോ മുള കൊണ്ടോ ഉണ്ടാക്കുന്ന ഒരു പരമ്പരാഗതമായ കരകൗശല വസ്തുവാണ്. സാധാരണയായി ഓണക്കാലത്താണ് വീടുകളിൽ ഉണ്ടാക്കാറുള്ളത്. തൃക്കാക്കരപ്പനെ, ഓണത്തപ്പനെ വയ്ക്കുമ്പോൾ ഇതിൻ്റെ കൂടെ അലങ്കാരമായി വെക്കാനാണ് ഇത് പ്രധാനമായി ഉപയോഗിക്കുന്നത്. ദക്ഷൻ്റെ താടി എന്ന് പറഞ്ഞു. വളരെ ലളിതമായി ഓടപ്പൂ ഉണ്ടാക്കുന്ന വിധം അതിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഓടപ്പൂ ഉണ്ടാക്കുന്ന വിധം അത് വേണ്ടല്ലേ. ഞാൻ ദക്ഷയാഗത്തിനെ പറ്റി പറയാം. ദക്ഷയാഗം ഹിന്ദു പുരാണങ്ങളിലെ ഏറ്റവും പ്രശസ്തവും നാടകീയവുമായ ഒരു കഥാസന്ദർഭമാണ്. ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷ പ്രജാപതി നടത്തുന്ന യാഗവും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഇതിൻ്റെ ഇതിവൃത്തം. ഈ കഥയുടെ പ്രധാന ചുരുക്കം പറയാം. എന്താ പശ്ചാത്തലം പറയാം കേട്ടോ. ദക്ഷൻ്റെ മകളായ സതി പാർവതിയുടെ പൂർവജന്മമാണ്. തൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ശിവനെ വിവാഹം കഴിച്ചു. ശിവനോട് ദക്ഷന് കടുത്ത അസൂയയും വിദ്വേഷവും ഉണ്ടായിരുന്നു. യാഗവും അപമാനവും. ഒരിക്കൽ ദക്ഷൻ ഒരു മഹായാഗം സംഘടിപ്പിച്ചു. എന്നാൽ ശിവനോടുള്ള പക തീർക്കാൻ വേണ്ടി അദ്ദേഹം മകളായ സതിയെയും മരുമകനായ ശിവനെയും യാഗത്തിലേക്ക് ക്ഷണിച്ചില്ല. പിതാവിൻ്റെ യാഗമല്ലേ എന്ന് കരുതി ശിവൻ്റെ വിലക്ക് വകവയ്ക്കാതെ സതി യാഗസ്ഥലത്ത് എത്തുകയും അവിടെ വെച്ച് ദക്ഷൻ സതിയെയും ശിവനെയും ക്രൂരമായി അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തു. ഇതിൽ മനനൊന്ത സതി യാഗാഗ്നിയിൽ ചാടി ആത്മഹുതി ചെയ്യുന്നതാണ്. അതാണ് ശിവൻ്റെ അപ്പോൾ കോപം വരുന്നത്. പിന്നെ സതിയുടെ മരണവാർത്ത എറിഞ്ഞ് ദേഷ്യപ്പെട്ട ശിവൻ തൻ്റെ ജട പറിച്ച് നിലത്തടിച്ചു. അതിൽ നിന്നും വീരഭദ്രനും ഭദ്രകാളിയും ജനിച്ചു. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് തോന്നുന്നു. ശിവൻ്റെ നിർദ്ദേശപ്രകാരം അവർ യാഗശാല തകർത്ത് തരിപ്പണമാക്കുകയും ദക്ഷൻ്റെ തല വെട്ടിയെടുത്ത് യാഗാഗ്നിയിലിടുകയും ചെയ്തു. അതാണ് ദക്ഷയാഗത്തെപ്പറ്റി പറഞ്ഞു വന്നത്. പിന്നെ ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ദക്ഷയാഗം പിന്നെയാണ് ഇവരുടെയൊക്കെ ഉപദേശപ്രകാരം ശിവൻ ശാന്തനാകുകയും ആടിൻ്റെ തല വെച്ച് കൊടുക്കുകയും ചെയ്യുന്നു. ദക്ഷന് യാഗം പൂർത്തിയാക്കുകയും ചെയ്യുന്നു. പിന്നീട് ദേവന്മാരുടെ അപേക്ഷപ്രകാരം കോപം ശമിച്ച ശിവൻ യാഗം പൂർത്തിയാക്കാൻ അനുവദിക്കുന്നു. തലയ്ക്ക് പകരം ഒരു ആടിൻ്റെ തല വയ്ക്കുന്നു. അത് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. ദക്ഷൻ തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് ശിവനോട് മാപ്പ് അപേക്ഷിച്ചു. ഇതൊക്കെ ഈ ദക്ഷയാഗമൊക്കെ കഥകളിയിലെല്ലാം വരാറുണ്ട്. ചാക്യാർകൂത്ത് എന്നിവയിൽ ദക്ഷയാഗം വളരെ ജനപ്രിയമാണ്. അത് കഥയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രകൃതിയിൽ നടക്കുന്ന ഒരു ഉത്സവത്തെപ്പറ്റി പറഞ്ഞു, വൈശാഖ ഉത്സവത്തെപ്പറ്റി പറഞ്ഞു. കുറച്ച് കാര്യങ്ങൾ എല്ലാം മനസ്സിലായില്ലേ? ദക്ഷയാഗത്തിനെ പറ്റി, ഓടപ്പൂവിനെ പറ്റി, അക്കരെ ഇക്കരെ കൊട്ടിയൂർ, പിന്നെ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ടെമ്പററി ഒരു ഉത്സവ ക്ഷേത്രം പണിയുന്ന കാര്യവും എല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞതെല്ലാം മഴക്കാലത്താണെന്നറിഞ്ഞു. ഇതെല്ലാം ഹിന്ദു പുരാണങ്ങളിൽ പറയുന്നതാണ്. കൂപ്പുകൈയുടെ ലക്ഷ്മി ശിവ്. അഭിപ്രായം എഴുതട്ടോ.